നമസ്കാരം. കോമഡി മസാലയുടെ ഇന്നത്തെ ഈ ചിരിക്കൂട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യട്ടെ. ഒപ്പം വേദിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് ഗസ്റ്റുകളെ സ്വാഗതം ചെയ്യുന്നു. നെൽസൺ ശൂരനാട് ആൻഡ് സുധി കൊല്ലം. അപ്പൊ രണ്ടുപേർക്കും സ്വാഗതം. സ്വാഗതം. താങ്ക് യു. കലാപരിപാടികൾ ആരംഭിക്കല്ലേ? കലാപരിപാടികൾ ഏതാനും നിമിഷങ്ങൾ. ഞാൻ പറയട്ടെ, ഇന്ന് നമുക്ക് നെൽസൺ ചേട്ടനോട് പാട്ടോട് കൂടി കലാപരിപാടി ആരംഭിച്ചാലോ? ഡാൻസ് ചെയ്ത് ക്ഷീണിച്ച സ്റ്റെപ്പുകൾ കണ്ടായിരുന്നല്ലോ, സ്റ്റെപ്പാണ്. അതെ അതെ, പഠിച്ചിട്ടുണ്ടാടാ ഇവിടെ നല്ലത്? ഏതാണ് നീ കാണിച്ച സ്റ്റെപ്പുകളൊക്കെ? ആ ടൈമിങ് നടന്ന് അവിടെ എത്തുന്ന അതാണ് പാട്, മനസ്സിലായില്ലേ? ആണല്ലേ? രണ്ടുപേരുടെ സ്റ്റെപ്പ് അടിപൊളിയായി. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശംസിച്ചത് ബോറാക്കണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു പാട്ട്. നെൽസൺ ചേട്ടൻ സത്യം പറയണല്ലോ, വായ അടങ്ങിയിരിക്കില്ല. എല്ലാ സമയത്തും പാട്ടാണ്. എവിടെ പോയി ഇരുന്നെങ്കിൽ എപ്പോഴാണെങ്കിലും പാട്ട് 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 പാട്ട്. പക്ഷെ അത് കേൾക്കാനൊരു രസമുള്ളതുകൊണ്ട് നമ്മൾ ഉപദ്രവിക്കാറില്ല. അപ്പം ആളസല് പാട്ടുകാരനാണ്. അപ്പൊ ഇന്നൊരു പാട്ട് പാടിയിട്ട് നമുക്ക് തുടങ്ങാം. ശരി, ഓക്കെ. തമ്പൂരു കുളിർച്ചൂടിയോ തളിരങ്കൂലി തൊടുമ്പൂ, തമ്പൂരു കുളിർച്ചൂടിയോ തളിരങ്കൂലി തൊടുമ്പൂ, താമരതൻ തണ്ടുപോ കോമളമാം പാണികൾ തഴുകുമി കൈകളും തരളിതമായി സഖി തമ്പുരു കുളിർച്ചൂടിയോ തളിരങ്കൂലി തൊടുമ്പൂ, പൂവു പെറ്റൊരുണ്ണിയാത്തേൻ മാവിലാടും വേളയിൽ ഓരോരോർമ്മ മാത്രമാ താരാട്ടും തന്നൽ തേങ്ങിയോ കൈക്കുളിരിൽ പൂവിരിഞ്ഞും പൊങ്കലും പൊന്നോണവും കൈക്കൂടന്ന് നീട്ടി നിന്റെ ഗാനതീർത്ഥമൊന്നിനായി പൂത്തു നീളേ താഴ്വാരം പൂത്തു നീലാകാശം, തമ്പൂരു കുളിർച്ചൂടിയോ തളിരങ്കൂലി തൊടുമ്പൂ. അതും ഒരു എന്താണ്, ഒരു മ്യൂസിക്കിന്റെ ഒന്നും ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് അത് പാടി അസലായിട്ട് പാടി. ഗംഭീരായിരുന്നു, പൊളിച്ച് അല്ലേ? സാധാരണ എല്ലാവരും ഉണ്ടല്ലോ, നമ്മളൊക്കെ ഒരു പാട്ട് പാടാൻ എവിടെയെങ്കിലും ആരെങ്കിലും പറയുകയാണെങ്കിൽ പഠിച്ചു വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് പാട്ടുകളുണ്ട് കേട്ടോ, ഒരു ഗതി ഇല്ലാതെ വരുമ്പോൾ ഇത് മാത്രം, അതായത് അധിക സംഗതി ഒന്നും ഇല്ലാത്ത. പക്ഷെ നെൽസൺ എപ്പോൾ പാടിയാലും സംഗതി ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്ന പാട്ടുകൾ മാത്രം തെരഞ്ഞു പിടിച്ച പാട്ടുകൾ അല്ലേ? നെൽസൺ അതൊരു ഹരമാണെന്ന് എനിക്ക് തോന്നുന്നത്. 2-3 സംഗതി ഇടുക എന്നുള്ളത് എന്തായാലും അടിപൊളി, ഗംഭീരം. ഓക്കെ, അപ്പോൾ ആ സീറ്റിലേക്ക് ഇരിക്കാം. നമുക്ക് ഇന്നത്തെ ഒരു ഫ്രഷ് എപ്പിസോഡ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അടുത്തതായിട്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു സ്കിറ്റുമായി ഒരു ടീം വേദിയിലേക്ക് എത്തുന്നു. ടീം കോമഡി കിങ്സ്. ടൈറ്റാനിക് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ യാത്രാ കപ്പലായിരുന്നു. ദൈവത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് 1912 ഏപ്രിൽ 14 ടൈറ്റാനിക്കിന്റെ കന്നിയാത്ര ആരംഭിച്ചു. ആദ്യ യാത്രയിൽ തന്നെ മഞ്ഞുമലയിൽ ഇടിച്ചു തകർന്ന ഈ കൂറ്റൻ കപ്പലിന്റെ കഥ ഹോളിവുഡ് സംവിധായകനായ ജെയിംസ് ക്യാമറൂൺ ഒരു ചലച്ചിത്രമാക്കി മാറ്റി. ലോകം മുഴുവനുള്ള പ്രേക്ഷക ലക്ഷങ്ങളുടെ പ്രശംസയും അംഗീകാരവും കരസ്ഥമാക്കിയ ഈ ചിത്രം നിരവധി ഓസ്കാർ അവാർഡുകൾ വാരിക്കൂട്ടി. നമസ്കാരം, ഞങ്ങൾ MNTV-ന്ന് വരുക. റോസമ്മായി അല്ലേ? ആരാടാ നിന്റെയൊക്കെ റോസമ്മായി? ആരാടാ നിന്റെയൊക്കെ അമ്മായി? ഞാൻ റോസ്, അങ്ങനെ വിളിച്ചാ മതി. ഞാൻ റോസ്. ആരാ നിങ്ങളൊക്കെ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളൊന്ന് കാണാൻ വന്നതാ. ടൈറ്റാനിക് കപ്പലിൽ നിന്നും രക്ഷപ്പെട്ടവരിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാള് മുത്തശ്ശിയാണല്ലോ. ഏത് മൂത്താശാരി? മൂത്താശാരി അല്ല, മുത്തശ്ശിയാണല്ലോ. അതിന് ആ കപ്പൽ യാത്രയുടെ കഥ ഞങ്ങൾക്കൊന്ന് അറിയണം. ആ കഥ പറയണമെങ്കിൽ കുറച്ച് പുറകോട്ട് പോണം. പോകാം, അത്രയും പുറകോട്ട് പോയാൽ മതിയോ? ഇനി നീ പുറകോട്ട് പോയാ നടും തല്ലി വീഴും.
അയ്യോ എന്നാ അങ്ങ് വരാം. അല്ല, എന്നായിരുന്നു ഈ യാത്ര? കൊല്ലവർഷം. എന്ന് വെച്ചാ ഞങ്ങളെ എല്ലാം കൊല്ലാൻ കൊണ്ടുപോയ വർഷം. എവിടുന്നായിരുന്നു ഈ യാത്ര തുടങ്ങിയത്? നീണ്ട കര. അതൊരു നീണ്ട കരച്ചിലിനുള്ള യാത്രയായിരിക്കുമെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഈ യാത്രയിൽ വെച്ചാണ് ഞാൻ ആദ്യമായി എന്റെ ജാക്കിനെ കാണുന്നത്. ഈ ജാക്ക് ആളെങ്ങനുണ്ട്? ചുള്ളനാണോ? ഒറ്റ നോട്ടത്തിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ സൂക്ഷിച്ചൊക്കെ നോക്കിയ അവിടെ എവിടെയൊക്കെ ചില്ലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. എന്ത് സുന്ദരമായ യാത്രയായിരുന്നു അത്. ഇഞ്ചി മിഠായി, ഇഞ്ചി മിഠായി, ഇഞ്ചി മിഠായി. രൂപയ്ക്ക് നല്ല ഇഞ്ചി മിഠായി, ഇഞ്ചി മിഠായി, ഇഞ്ചി മിഠായി. ആരാടാ ഇതിനകത്ത് ഇഞ്ചി മിഠായി വെക്കണേ? ദൈവമേ, വേണ്ട കപ്പിത്താൻ. ഇതൊരു സ്റ്റാൻഡേർഡ് കപ്പലാണോ? എന്നാ മഞ്ച് മിഠായി, മഞ്ച് മിഠായി, മഞ്ച് മിഠായി. എന്നാലും ഓക്കെ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കപ്പലിന്റെ കയറഴിച്ചു വിടാൻ പോവുകയാണ്. കപ്പലിലും കരയിലും ചവിട്ടി നിൽക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കപ്പലെടുക്കാൻ പോവുകയാണ്. കവ കീറിപ്പോവും. പറഞ്ഞില്ലെന്ന് വേണ്ട. എല്ലാവരും അവരവരുടെ കൂടും കുടുക്ക എടുത്തോണ്ട് വേണം കയറാൻ. പിന്നെ കപ്പല് പകുതി എന്നിട്ട് തിരിച്ചു വരുന്ന പരിപാടിയില്ല. പറഞ്ഞേക്കാം. അങ്ങോട്ട് മാറി നിൽക്കി. താനങ്ങോട്ട് പോവാ. ഞാൻ എന്റെ കൂട് മാത്രമേ എടുത്തുള്ളൂ, കുടുക്കി എടുക്കാൻ പോവാ. ആരാടാ ഇവിടെ കർച്ചീഫ് ഉണക്കാൻ കൊണ്ടിട്ടേക്കുന്നേ? ആരാന്നോ? അയ്യോ, അത് എന്റെതാ. ഞാൻ നേരത്തെ വന്ന സൈഡ് സീറ്റ് അങ്ങ് ബുക്ക് ചെയ്തതാ. കാറ്റ് കൊണ്ടങ്ങ് പോകാമല്ലോ. കർച്ചീഫ് ആയത് കാര്യമായി. നിന്റെ ഡബിൾ കൊണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കപ്പൽ നീ സ്വന്തമായിട്ട് എടുത്തേനെ. അടുത്തയാൾ എവിടെ? ടിക്കറ്റ്? ടിക്കറ്റ് ഇല്ലേ? കത്താണല്ലോ തരുന്നേ. നോക്കട്ടെ. ബഹുമാനപ്പെട്ട കപ്പിത്താൻ അറവറോ. ഈ കത്തുമായി വരുന്നത് സുകുമാരന്റെ മകൻ ഷിബുവാണ്. നീയോ? കൊള്ളാം. എന്നിട്ട് ഇവൻ ഈ കപ്പലിൽ യാത്ര ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുള്ളതിനാലും അത് നല്ലതാ. കയ്യിൽ 10 പൈസ ഇല്ലാത്തതിനാലും ഓഹോ അതില്ലേ, ഇവന് ദയവ് ചെയ്ത് കപ്പൽ യാത്രയ്ക്ക് അനുവദിക്കണമെന്നും സൈഡ് സീറ്റ് തന്നെ കൊടുക്കണമെന്നും താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു. തരാം എന്ന് പ്രസിഡന്റ് പേരപ്പൻ. പേരപ്പനോ? അയ്യോ അല്ല, പേര് ഒപ്പൻ. നന്നായി. അതെ, ഈ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഏത് പ്രസിഡന്റ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണോ അതോ അമേരിക്കൻ പ്രസിഡന്റ് ആണോ? ഞങ്ങളുടെ കരയോഗത്തിലെ പ്രസിഡന്റാ. ഓ, കരയോഗം പ്രസിഡന്റ് പറഞ്ഞിട്ട് വന്ന ആളാണ്. ആ ചെല്ല്, കിട്ടും കിട്ടും. സൈഡ് സീറ്റ് തന്നെ കിട്ടും. ചെല്ല്. തുരുമ്പ് പിടിച്ച് തൊണ്ടയായിട്ട് വന്നേക്കും. അത് എണ്ടി. റോസ്, stay there. അവിടെ നിൽക്കൂ. ഹലോ സെക്യൂരിറ്റി. സെക്യൂരിറ്റിയോ? ഞാനോ? ഞാൻ ഈ കപ്പലിന്റെ ഓണറാണ്, കപ്പിത്താൻ എസ്തപ്പാൻ. ടിക്കറ്റ് നോക്കട്ടെ. 1 2 3 4. 4 ഉണ്ട്. ഒരാൾ വന്നിട്ട് 4 യാത്ര ചെയ്യാനുള്ള പരിപാടിയാണ്. നടക്കൂല വച്ചേ. അയ്യോ അതല്ല, ഇതെന്റെ അച്ഛൻ, ഇത് അമ്മയുടെ, ഇതെന്റെ മുറച്ചെറുക്കന്റെ. എന്നിട്ട് അവനവിടെ? എന്റെയും പപ്പയുടെയും അവന്റെയും പെട്ടി അങ്ങ് ജട്ടിയിലിരിക്കുവാ. അതങ്ങ് എടുക്കാൻ പോയിരിക്കുവാ. സാധാരണ പെട്ടിക്കകത്തല്ല ജട്ടി ഇടുന്നത്. അല്ല, ജട്ടിക്കകത്ത് ആരെങ്കിലും പെട്ടി ഇടുവോ വച്ചേ? തിരിഞ്ഞു പോയി വേഗം മാറ്റ്. അയ്യേ അതല്ല, ബോട്ട് ജെട്ടി. ഹായ് റോസ്. ഹായ് ക്യാപ്റ്റൻ രാജു. ക്യാപ്റ്റൻ രാജു? അല്ല കപ്പിത്താൻ. ആ, ഗ്ലാഡ് ടു മീറ്റ് യു. ഐ ആം സെബാസ്റ്റ്യൻ. ഓ ഇതാ എന്റെ മുറച്ചെറുക്കൻ. ഓ മനസ്സിലായി. ഹായ് റോസ്, ഇറ്റ്സ് ഫോർ യു. ഐ ലവ് യു. ആ മുറിച്ചുണ്ടാ? അല്ല മുറച്ചെറുക്ക. എടാവേ, എഴുന്നേറ്റ് പോടാവേ. അവള് പോയി. അവൻ മുട്ടേക്കുന്ന് പ്രാർത്ഥിക്കാൻ വന്നേക്കുന്നു. മുട്ടന്റെ ചിരട്ട തന്നെ പോകും. എന്നാ ഇപ്പൊ തന്നെ ഞാൻ കാണിച്ചു തരാം. പറയടി ഐ ലവ് യു. എന്റെ ഇന്ന് പൂ മേടിക്കേണ്ടത് നീ പോന്നല്ലേ നാണം കെടുത്താനായിട്ട്. പറയടി ഐ ലവ് യു. എടി പറയാ ഐ ലവ് യു പറയടി. കഴുത്തെ കുത്തി പിടിച്ചിട്ട് I love you എന്ന് എങ്ങനെ ഞാൻ പറയുന്നേ? I love you. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, മനസ്സിലായ? എങ്ങനെയുണ്ട്? കണ്ടാ? കണ്ടേ. ഹലോ ക്യാപ്റ്റൻ, ഞങ്ങൾ ഈ രാജ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണേ. അതെനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മെനു ഉണ്ടോ? മെനു ഉണ്ടല്ലോ. എവിടെയാണ്? എടാ മനു. ആട്ടെ, ഈ മനുവിനെ എങ്ങനെ അറിയാം? മനു അല്ല, മെനു. ഫുഡിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. ബ്രേക്ക്ഫാസ്റ്റ് അപ്പം മീൻകറി. ഗുഡ്. ലഞ്ച് ചോറും മീൻകറി. വെരി ഗുഡ്. അത്താഴം ചപ്പാത്തി മീൻകറി. പിന്നെ പിറ്റേ ദിവസം ഇതൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾ ഈ മീൻകറി എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഏത് മീനാണെന്ന് ഇതുവരെ പറയുന്നില്ല. ഏത് മീനാണ്? അങ്ങനെ ഇന്ന മീനൊന്നുമില്ല. ഞാൻ ഈ കപ്പലിന്റെ കപ്പിത്താനാണ്. ഇതേ കണ്ട ഒരു ചൂണ്ടയിരിക്കണേ. ആ ചൂണ്ടയിലേക്ക് ഇവിടുത്തെ കോഴിയുടെ വേസ്റ്റ് കുടലങ്ങ് തിരികെ വെച്ചിട്ട് നേരെ കടലിലേക്ക് ഇടും. അതിലേക്ക് ചിലപ്പോൾ ചാള കൊത്തും, അല്ലെങ്കിൽ അയല കൊത്തും, അല്ലെങ്കിൽ സിലോപ്പിയ കൊത്തും. ഇതിന് ഏതിലങ്ങ് പിടിക്കും. അതിന്റെ ചെതമ്പൽ പോലും കളയാതെ കറി വെച്ചങ്ങ് തരും. മതി, ഇപ്പൊ ക്ലിയർ ആയി. ഇല്ല കൺഫ്യൂഷൻ അടിച്ചേനെ. നാരങ്ങ വെള്ളം, നാരങ്ങ വെള്ളം, നാരങ്ങ വെള്ളം.
ആ ഉപ്പിട്ടൊരു നാരങ്ങ വെള്ളം. എടുത്തോളൂ. ഇവിടെ ഞാൻ ഉപ്പ് നാരങ്ങ വെള്ളമല്ലേ ചോദിച്ചത്, എന്നിട്ട് നാരങ്ങ ഗ്ലാസ് മാത്രമല്ലേ ഉള്ളൂ, ഉപ്പും വെള്ളവും എവിടെ? നിന്റെ കണ്ണിൽ എന്നാടാ മത്ത കുത്തിയേക്കാണോ? ഉപ്പുവെള്ളം അല്ലേ കിടക്കുന്നത്, കോരിയെ കൊണ്ട് കുടിക്കേ. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കപ്പല് പുറപ്പെടുവാൻ സമയമായി. കേരളൂർ വേഗം വന്ന് കയറണം. ഇതൊരു അറിയിപ്പാണ്. അയ്യോ നിർത്ത് നിർത്ത് നിർത്ത്, കപ്പൽ വിടരുത്, ഞാൻ കേറിയിട്ടില്ല. അയ്യോ, താനെന്താണോ താമസിച്ചത്? അല്ല ഞാൻ ആദ്യമായിട്ടാണല്ലോ കപ്പലിൽ കയറുന്നത്, അതിന്റെ ഒരു പേടിയുണ്ട്. ഞാനും ആദ്യമായിട്ടാ. അല്ല, ഞാൻ ഈ കപ്പലിൽ ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടായതുകൊണ്ട് പേടി മാറ്റാൻ വേണ്ടി ഒരെണ്ണം ഒഴിച്ചു വെച്ചു അടിക്കാൻ. ഞാൻ അടിച്ചു പോലുമില്ല, ചാടിയിട്ട് കയറി. ഒന്ന് ചവിട്ടാവോ? ഞാൻ പോയി അടിച്ചിട്ട് വരാം. പിന്നെ എന്താ ചവിട്ടാലോ? ഇല്ല, പിടിച്ചു. അമ്മേ, എന്ത് പണിയാണോ ഈ കാണിക്കുന്നത്? ഞാൻ കാണിക്കും, എനിക്ക് കാണിക്കാം. ഞാനാണ് കപ്പലിന്റെ മുതലാളി, കപ്പിത്താൻ എസ്തപ്പാൻ. വീട് രാജസ്ഥാൻ. എങ്ങനെ വന്നു ഇങ്ങോട്ട്? തന്നെത്താൻ. ഇതെന്താ ഈ മീശ ഇങ്ങനെ കെട്ടുവെള്ളം പോലെയാണല്ലോ ഇരിക്കുന്നത്? അഥവാ ഈ കപ്പലെങ്ങാനും അപകടത്തിൽ പെട്ടാൽ പെടുവോ? പെടില്ല. അഥവാ പെട്ടാല് ഈ മീശ കണ്ടോ, ഈ മീശ ചരിച്ചു വെച്ചിട്ട് ഞാൻ കടലിലേക്കിടെ തുഴഞ്ഞങ്ങ് പോകും. അത് കൊള്ളാം. ഞാനങ്ങനെ പറഞ്ഞെന്നുള്ളൂ. ഈ കപ്പൽ അങ്ങനെ മുങ്ങത്തില്ല. കപ്പല് മുങ്ങത്തില്ലെന്നുള്ളത് ഉറപ്പാണോ? പിന്നെ ഉറപ്പല്ലേ, ചെല്ലപ്പനാശാരി ഇത് പണിത്. അതായത് ഒറ്റ പ്ലാമൂട്ടിൽ ശോശ. ഒറ്റപ്ലാമുട്ടി ശോശയോ? അതല്ല, ഒറ്റ പ്ലാവെ തീർത്ത കപ്പലാണിത്. ഈ ചക്ക പൊങ്ങിക്കിടക്കണ പോലെ പ്ലാന്തടി പൊങ്ങിക്കിടത്തുള്ളൂ. അതുകൊണ്ട് കപ്പലിൽ ഒരു അടപടകോ ഉണ്ടാകത്തില്ല. അടപടകോ? അല്ല, അപകടം ഉണ്ടാകത്തില്ല. നീ എന്നോട് വർത്താനം പറഞ്ഞോണ്ടിരിക്കാ. നീ വല്ല കമ്പിയിലും പിടിച്ച് വെക്കാൻ പോകും. കപ്പൽ പുറപ്പെടാൻ പോവാ കേട്ടോ. പിന്നെ ഒരു കാര്യം, കയ്യും തലയും പുറത്തിടരുത്. എന്താ? വല്ല സ്രാവം കടിച്ചോണ്ട് പോകൂടാ ഭ്രാന്താ പിന്നെ. കപ്പല് പുറപ്പെടാൻ പോകുന്നു. എവിടെ ടൂർ പോയാലും എക്സ്കർഷൻ പോയാലും ഇവനൊക്കെ ഈ പാട്ട് മാത്രമേ ഉള്ളൂ. നിർത്താം അതിന്റെയൊക്കെ പാട്ട്. ഹായ്, ഒരു സുന്ദരി ഊഞ്ഞാലാടുകൃതേ. എക്സ്ക്യൂസ് മീ, എന്നെ കൂടി ഒന്ന് ആട്ടുവോ? പിന്നെന്താ? ഇതിൽ കൂടുതൽ എന്നെ ആട്ടാനാടവേ. അതാരാ? എസ്തപ്പാൻ ചൂണ്ടിട്ടോണ്ടിരിക്കുവാണേ. ഓക്കെ ഓക്കെ, ഇട്ടോ ഇട്ടോ. എന്ത് ചെയ്യുവാ? തുപ്പിക്കളിക്കുവാ. ഇങ്ങനെ താഴോട്ട് തുപ്പിക്കളിക്കാൻ എന്ത് രസവാ. ഇങ്ങനെ തുപ്പി കളിക്കുന്നതല്ല രസം. പിന്നെ നമ്മൾ മലന്ന് കിടന്നിട്ട് മേളോട്ട് തുപ്പണം. അപ്പൊ നെറ്റി തന്നെ വന്ന് വീഴും. അതാ രസം. പിന്നെ തെറിപ്പിച്ച് തുപ്പാങ്കി മഴവില്ല് കാണാം, ഞാൻ കണ്ടിട്ടുണ്ട്. ഏയ് സുന്ദരി, നിങ്ങൾ ആള് കൊള്ളാലോ. നിങ്ങൾ തുപ്പിയെടുത്ത് ദേ 2 മീനുകൾ ചത്തു പൊങ്ങി. മനു, ചട്ടി ചൂടാക്കിയോ, 2 മീനുകൾ ചത്തുപൊങ്ങി. ചേട്ടന്റെ വീട് എവിടാ? എന്റെ വീട് പാല, പേര് ജാക്ക്. എന്നാ ഞാൻ ജാക്കി ചായനെന്നേ വിളിക്കൂ. അയ്യോ, അതിന് ജാക്കി ചാൻ ചൈനയിലല്ലേ? അയ്യോ, ജാക്കി ചായനല്ല, ജാക്കി അച്ചായൻ. പാലായിലുള്ളവര് അച്ചായൻ എന്നല്ലേ വിളിക്കാറ്. എന്റെ പേര് റോസ് എന്നാ. എനിക്ക് ഈ റോസാപ്പൂ ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാ. എവിടെ കണ്ടാലും ഞാൻ പറിക്കും. ഈ റോസാപ്പൂവും ഞാൻ പറിക്കും. അത് നടക്കത്തില്ല, ഇതിന് തോട്ടക്കാരനുണ്ട്. എന്താ തോട്ടക്കാരന്റെ പേര്? സെബാസ്റ്റ്യൻ, എന്റെ മുറച്ചെറുക്കനാ. നീ അവനോട് ഇഷ്ടമാണെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കഴുത്തിന് കുത്തിപ്പിടിക്കുമ്പോ മാത്രം. ഹായ്, ഇവിടെ നിന്നിട്ട് നല്ല കാറ്റുണ്ട്. വാറ്റുണ്ടായിരുന്നോ? എടി കള്ളി, എന്നാ പറയട്ടായിരുന്നു, ഇന്ന് ഞാൻ പൊളിക്കും. അയ്യോ, വാറ്റല്ല, കാറ്റ്. എന്ത് നല്ല കാറ്റാ ഇവിടെ. ഈ തണുത്ത കാറ്റ് ശരീരത്തിൽ തലോടുമ്പോ ജാക്കിന് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? വല്ലാത്തൊരു കുളിർമ അല്ലേ? ഞാനൊരു പാട്ട് പാടാം. വാടാ, അവിടെ പാട്ട് തുടങ്ങാൻ പോന്ന്. കേക്കാം കേക്കാം. എന്റെ മുറച്ചെറുക്കന് ഭയങ്കര സംശയം. നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടാ തന്നെ അങ്ങിരിപ്പോ സംശയിക്കാൻ തുടങ്ങും. എന്റെ മനസ്സിൽ കള്ളമില്ല, നിന്റെ മനസ്സിലോ? ഇല്ല, എന്റെ മനസ്സിലും കള്ളമില്ല. ഇല്ലല്ലോ. ഇപ്പൊ ചെറുതായിട്ടൊരു കള്ളം വരുന്നുണ്ട്. ആരടാ നീ? ജാക്കി. അത് കണ്ടപ്പോ മനസ്സിലായി. നിന്റെ തൊഴിലല്ലേ ചോദിച്ചത്, പേരാണ് ഞാൻ ചോദിച്ചത്. പേരാ പറഞ്ഞത് ജാക്കി. ഇതൊക്കെ എന്നോട് ചോദിക്കാൻ നീ ആരാ? മുറച്ചെറുക്കൻ. ഒരു മുറത്തിന് എന്ത് വില കിട്ടും? 10 രൂപ. അയ്യോ, അതല്ല, ഇവളെ കല്യാണം കഴിക്കാൻ വന്ന ചെറുക്കൻ, മുറച്ചെറുക്കൻ. പറയടി എന്നോട് ഐ ലവ് യു. എടി പറയടി ഐ ലവ് യു. എടി പറയടി ഐ ലവ് യു. ഐ ലവ് യു, ഐ ലവ് യു ജാക്ക്. വാടി ഇവിടെ. കപ്പ
കപ്പിത്താനെ ഇതെന്നാ ദിശ നോക്കുവാണോ? ദിശ നോക്കാനോ? എവിടുന്ന്? ഞാൻ വല്ല കുളിസീനും ഉണ്ടോ നോക്കുക. നടുക്കടലിൽ എവിടുന്നാ കുളിസി? വലിയ മത്സ്യകന്യകൾ വന്ന് കുളിച്ചാലോ? പറയാൻ പറ്റില്ലല്ലോ. പിന്നെ കപ്പിത്താനെ, എന്തോ ഈ കപ്പലിൽ എല്ലാം കിട്ടുമല്ലോ എല്ലാം കിട്ടും ആണല്ലേ? ഒരു കോലേജ് കിട്ടാൻ സാധ്യതയുണ്ടോ? അയ്യടാ, പോലീസ് കിട്ടിയല്ലോ. അത് ഒപ്പിക്കാം, ഞാൻ ഒപ്പിക്കാം. കേട്ടോ? ഐസ് തിന്നാൻ കൊതിയാവുന്നു. എന്തോ കപ്പലിന്റെ ബ്രേക്ക് പോയി. കപ്പലിന്റെ ബ്രേക്ക് പോയെന്നോ? നോക്കട്ടെ. അയ്യോ, മഞ്ഞുമല! എടാ, കപ്പലിന്റെ മുന്നോട്ട് പോകരുത്. റിവേഴ്സ് ഗിയർ ഇട്, റിവേഴ്സ് ഗിയർ. തിരിക്കാൻ. എടാ, അപായം, അപായം. സാറേ, റിവേഴ്സ് ഗിയർ വീഴുന്നില്ല. മനു, ചട്ടി എടുത്ത് മാറ്റിട്ട് റിവേഴ്സ് ഗിയർ ഇടണ പട്ടി. ദേ ഇടിക്കും. എടാ, ഇപ്പൊ ഇടിക്കും. ദേ ഇടിച്ചു. അയ്യോ, വണ്ടി മുമ്പോട്ട് പോകരുത്. അയ്യോ, മഞ്ഞുമല, മഞ്ഞുമല. ഇടിക്കും. ദേ, മഞ്ഞുമല. ഇടിച്ചു. അയ്യോ മഞ്ഞുമല കപ്പലിടിച്ചേ. അയ്യോ മഞ്ഞുമല കപ്പലിടിച്ചേ. അയ്യോ മഞ്ഞുമല കപ്പലിടിച്ചേ. നിർത്തടാ. നീ മഞ്ഞുമലയുടെ സൈഡാണോ അതോ കപ്പലിന്റെ സൈഡാണോ? ഹായ്, ദേ മഞ്ഞുമല. നീ അല്ലേ ചിരുമ്പാട് വന്ന് ഐസ് ചോദിച്ചത്? ഒരു പിക്കാസ് എടുത്തോണ്ട് വന്ന് കിളച്ച് പറിച്ച് തിന്നടാ. അയ്യോ ചാകുവേ, വെള്ളം കുടിച്ച് ചാകുവേ. അയ്യോ, ആ കരയോഗം പ്രസിഡന്റ് കത്ത് തന്നു വിട്ട ആളല്ലേ നീ? അതെ. ഞാൻ അന്നേരം വിചാരിച്ചത് നിനക്ക് കരയാനുള്ള യോഗം ഉണ്ടെന്നോ. ഞാൻ ആ കാണുന്ന പാറപ്പുറത്തോട്ട് ചാടിക്കോട്ടെ? ധൈര്യമായിട്ട് ചാടിക്കോ. കപ്പിത്താനെ ദാ കണ്ട, ആ ചെറുക്കൻ ചാടിയതൊരു യമഹ വെച്ച വള്ളത്തിലാന്നാ തോന്നുന്നു. ഇല്ല, പാഞ്ഞു പോണത് കണ്ട? അത് യമഹ വെച്ച വെള്ളം അല്ലടാ. പിന്നെ അവനെ ഒരു സ്രാവ് കടിച്ചു പിടിച്ചോണ്ട് പാഞ്ഞു പോണതാ. നിർത്തടാ. അവന്റെ ഒരു വയലിനും ഗിത്താറും ഈ സമയത്ത് അവൻ വായിക്കാൻ വന്നേക്കണത്. പോടാ അവിടുന്ന്. അയ്യോ, അല്ല പിന്നെ എന്നോടാ കളി. നിങ്ങളെന്ത് മനുഷ്യനാ? അവനെ ചവിട്ടി വെള്ളത്തിലിട്ടിട്ട് അവന്റെ വയലിനടുത്ത് നിങ്ങളെന്തിനാ വായിക്കുന്നത്? ഞാൻ വായിക്കുന്നതോ അവന്റെ ആത്മശാന്തിക്ക് വേണ്ടി. എന്റെ കപ്പിത്താനെ, കപ്പൽ മുങ്ങി എല്ലാരും ചാകാറായി. ഇവിടെ ഒരു സുരക്ഷാ സംവിധാനം ഇല്ലേ? ഇവിടെ കപ്പിത്താൻ അസ്തപ്പാനെ താനല്ലേ പറഞ്ഞത് ഇതൊരിക്കലും ഇടിക്കത്തില്ല, മറിയത്തില്ലെന്ന്. എന്നിട്ട് ഇപ്പോഴും കപ്പൽ ഇടിച്ച് തകർന്നു നിൽക്കുന്നത് കണ്ടില്ലേ? തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ കപ്പൽ ഇടിക്കത്തില്ല, ആൾക്കാർ മരിക്കത്തില്ല. പിന്നെ ഇപ്പൊ ഇടിച്ചതാ. കപ്പൽ അങ്ങോട്ട് ചെന്ന് ഇടിച്ചല്ലോ, മഞ്ഞുമല ഇങ്ങോട്ട് വന്ന് ഇടിച്ചതല്ലേ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് രക്ഷപ്പെടണം. അത് പറഞ്ഞാൽ മതി, രക്ഷപ്പെടുത്താം. എങ്കിലെന്നെ രക്ഷപ്പെടുത്തു. പിന്നെ ഒരു ട്യൂബ് ഇവിടെ ഇരിപ്പുണ്ട്. എനിക്ക് രക്ഷപ്പെടാനായിട്ട് ഞാൻ എടുത്തു വെച്ചേക്കണതാ. ഇത്തിരി പൈസ തന്നാ ഞാൻ അതങ്ങ് മറിച്ചു തരാം. എത്ര രൂപ വേണം പറ? എനിക്കൊരു 10,000 രൂപ തരാം. ഓ മതി. ചാവാൻ നേരത്താ പൈസ ഉണ്ടണ. ഇങ്ങോട്ട് തരാം. ഇന്നാ റോസേ, നീ വരുന്നുണ്ടോ? ഞാൻ രക്ഷപ്പെടാൻ പോവാ. എന്റെ പട്ടി വരും. എങ്കിൽ പോടി. ദേ ഞാൻ ചാടി. എന്റെ അമ്മേ. എടാ കപ്പിത്താനെ, നിങ്ങളൊരു മറ്റേടത്തെ പണിയാണ് കാണിച്ചത്. നിങ്ങൾ രാജകുടുംബത്തിലുള്ളവന്റെ കാശും പഠിച്ചിട്ട് നിങ്ങൾ അവന് ട്യൂബ് കൊടുത്തില്ലേ? നിനക്ക് എന്നാ വല്ല ഭ്രാന്തുണ്ടോ? പിന്നെ ഞാൻ കണ്ടതോ. എടാ, ഞാനത് പഞ്ചർ ഒട്ടിക്കാൻ വെച്ചിരുന്ന ട്യൂബല്ലേ അവനെ എടുത്തു കൊടുക്കുന്നത്. ആ പട്ടി മുങ്ങിച്ചാവണം നിനക്ക് നല്ലതല്ലേ? ദേ നോക്ക്, അവൻ വെള്ളം കുടിക്കണ കാണാം. വാ. ഇതെന്ത് ഭാഷയാണോ ഇത്? തെറിയാ വിളിക്കുന്ന അവൻ. വെള്ളം ചേർത്ത് വിളിക്കുന്നോണ്ട് ഇച്ചിരി കട്ടി കുറവാ. ഹലോ കപ്പിത്താൻ, നിങ്ങൾ ഈ നിർണായക ഘട്ടത്തിൽ കപ്പലിന്റെ സൈഡിൽ പോയി എന്ത് നോക്കുക? എടാവേ, ഞാനേ ഇതുവരെയായിട്ട് കപ്പൽ മുങ്ങണ കണ്ടിട്ടില്ല. ഞാനത് നോക്കുക. എന്ത് രസല്ലേ. ജാക്ക്, നമ്മൾ എന്ത് ചെയ്യും? റോസ്, നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും. റോസ്, നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും. ജാക്ക് ഇല്ലാതെ എനിക്ക് രക്ഷപ്പെടണ്ട. ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കാം ജാക്ക്. റോസ്, എന്നെ വെറുതെ വിടൂ. നീ രക്ഷപ്പെടൂ. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. മരിച്ചവരാരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കൈപൊക്കി കാണിക്കേണ്ടതാണ്. ഞാനൊരു ബിരിയാണി ചെമ്പിൽ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് 5000 രൂപ. എല്ലാം ചത്തുന്ന ജാക്ക്, കം ബാക്ക്, കം ബാക്ക്, കം ബാക്ക്. തമ്പാക്കോ? ഈ സമയത്ത് ഞാൻ എവിടെ പോയി തമ്പാക്ക് കൊണ്ടുവരാനാ? തമ്പാക്കല്ല, കം ബാക്ക്. മടങ്ങി വരൂ, മടങ്ങി വരൂ. മടങ്ങാൻ പറ്റില്ല. ഐസ് കൊണ്ട് മരവിച്ച് വടി പോലെ ആയിപ്പോയി. മടങ്ങാൻ പറ്റില്ല. ജാക്ക്,
ജാക്ക്. അപ്പോ ജാക്ക് മുങ്ങിയോ? അങ്ങനെ മുങ്ങിത്താഴാൻ ഞാൻ സമ്മതിക്കുവോ? എന്റെ വയറ്റിലൊരു കുഞ്ഞിനെ സമ്മാനിച്ചിട്ട് ഞാൻ അവനെ വെറുതെ വിടുവോ? അങ്ങനെ ജാക്കന്റെ കാമുകനായി, എന്റെ കുട്ടികളുടെ അച്ഛനായി, പിന്നെ മുത്തച്ഛനായി, മുതുമുത്തച്ഛനായി, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒന്നായ ആ ദിവസത്തിന്റെ ഓർമ്മയ്ക്ക് എല്ലാ വർഷവും ഇവിടെ വന്ന് ദീപം തെളിക്കും. എന്നിട്ട് ജാക്ക് എവിടെ? ദാ വരുന്നു എന്റെ ചാക്കിച്ചായ. ടൈറ്റാനിക്കിനെ നമ്മുടെ കോമഡി മസാലയുടെ ഫ്ലോറിൽ എത്തിച്ചിരിക്കുകയാണ്. ഒരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഇതിന് നിങ്ങൾക്ക് കയ്യടി തരുന്നതിന് മുമ്പ് ആദ്യം കയ്യടി കൊടുക്കേണ്ടത് നമ്മുടെ ആർട്ട് ഡിപ്പാർട്ട്മെന്റിനാണ്. അവർ ടൈറ്റാനിക്കിനെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ച് തന്നത് കൊണ്ടാണ് അല്ലേ? ആ ടൈറ്റാനിക്കിന്റെ ഇമ്പാക്ട് അസാധ്യമായിരുന്നു. അത്ര ഫീലില് അവരിത് റീക്രിയേറ്റ് ചെയ്തു. അതും എത്ര ചുരുങ്ങിയ സമയം കൊണ്ടാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത്രയും സമയത്തിനുള്ള ടൈറ്റാനിക്കിനെ ഈ ഫ്ലോറിൽ അവർ റീക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിനാണ് ആദ്യത്തെ കയ്യടി. ആൻഡ് അതിന് യാതൊരു ക്ഷീണവും വരുത്താത്ത പോലെ നിങ്ങൾ അതിനെ പെർഫോം ചെയ്തത് ബ്രില്യൻ പെർഫോമൻസ് ആയിരുന്നു. ഒരു രക്ഷയില്ല. നമ്മൾ വളരെ റെയർ ആയിട്ടാണ് ടൈറ്റാനിക് ഒക്കെ നമ്മളൊരു സ്കിറ്റിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ആ ഇമ്പാക്റ്റോട് കൂടി അത് നന്നായിട്ട് ഫീൽ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. നല്ല തകർപ്പൻ ഒരു സ്കിറ്റായിരുന്നു. സുധി ചേട്ടാ എന്ത് പറയുന്നു? അനീഷ്, സുമേഷ്, അജിത്തെ, അടിപൊളി, സൂപ്പർ സൂപ്പർ. ഇതിന്റെ സ്ക്രിപ്റ്റ് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റാനിക്കിൽ തുടങ്ങി ലാസ്റ്റ് കല്യാണരാമനിൽ കൊണ്ടെത്തിച്ചു. അത് സ്ക്രിപ്റ്റ് ചെയ്ത ആരാണ്? അതെല്ലാവരോടും ഞങ്ങൾ അടിപൊളി, ഗംഭീരമായിരുന്നു. എനിക്കും കൂടെ ആ സ്കിറ്റിലൊന്ന് കയറി കളിക്കാൻ പറ്റിയിരുന്നു. പിന്നെ കറക്റ്റ് ഒരു സിനിമ കാണുന്ന അതേ ഫീലിംഗ്. സാധാരണ എല്ലാവരും പറയുന്ന പോലെ തന്നെ പറയാം. ഇതിപ്പോൾ എന്താ പറയുക, എന്ത് അഭിപ്രായം പറയാനാണ്? ഇതുപോലൊരു സ്കിറ്റ് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടിട്ടില്ല. അതായത് ഇത്രയും സെറ്റും കാര്യങ്ങളും അതിൻ്റെ പെർഫോമൻസും. പിന്നെ ആ സത്യം പറയുമ്പോൾ പിന്നെ ശ്രുതി പറഞ്ഞ പോലെ നമുക്കതിൽ കയറി പിന്നെ സ്കിറ്റ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് തോന്നി. പറഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ ആർട്ട് വർക്ക് ഇല്ലേ, എന്ത് പറയാനത്, ഒന്നും ഭയങ്കര നമുക്ക് ഭയങ്കര ആ കടല ഒക്കെ എല്ലാം ഓക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ആയിരുന്നു എല്ലാവരുടെ പെർഫോമൻസ്. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഇനി ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞാൽ അത് നമ്മൾ വെറുതെ പറയുന്നതല്ല. നമുക്കിതിനകത്ത് വേറെ ഒന്നും പറയാനില്ല, എല്ലാം ഓക്കെ ആയിരുന്നു, സൂപ്പറായിരുന്നു. അതെ, ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു എഫേർട്ട് കണ്ടു. അതിൽ ഒരുപാട് സന്തോഷം. ഓഡിയൻസ് എന്ത് പറയുന്നു? ഒരു ഫിലിം കാണുന്നതിന്റെ അതേ ഒരു രസം ഉണ്ടായിരുന്നു. വളരെ നന്നായിരുന്നു. സോ എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായം. ഒരു നെഗറ്റീവ് ഒപ്പീനിയനും പറയാനില്ലാത്തൊരു സ്കിറ്റായിരുന്നു. അത്രയ്ക്ക് പെർഫെക്ഷൻ ഉള്ളൊരു സ്കിറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് എത്ര സ്റ്റാർസ് ആണ് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് നമ്മുടെ ഓഡിയൻസിനോട് ചോദിക്കാം. ഓഡിയൻസ് എത്ര സ്റ്റാർസ്? വാവ്, അതിനകത്ത് അങ്ങനെ ഒരു വ്യത്യസ്തമായ അഭിപ്രായം ഇല്ല. അവരെല്ലാവരും കൂടെ എന്താണ് ഐക്യകണ്ഠേന തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് 5 സ്റ്റാർസ് തരണം എന്നുള്ള കാര്യം. വെരി ഗുഡ്. 5 സ്റ്റാർസ് നേടിയ നമ്മുടെ ഈ ടീമിന് അതുകൊണ്ട് തന്നെ സമ്മാനമായിട്ട് കിട്ടാൻ പോകുന്നത് 10,000 രൂപയുടെ ഒരു ക്യാഷ് വൗച്ചർ, ഒപ്പം പരക്കാട് ജ്വൽസ് തരുന്ന 1 ഗ്രാം ഗോൾഡിൽ പൊതിഞ്ഞ ഒരു പൊന്നാന. സന്തോഷമായില്ലേ? ഓക്കെ, അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സുധി ചേട്ടനെയും നൽസൻ ചേട്ടനെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യാം. ഇന്ന് നമ്മുടെ മുന്നിലേക്ക് ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് വരാൻ പോകുന്ന ആർട്ടിസ്റ്റാണ് അനിൽ ചെങ്കൽ. നമസ്കാരം. നമസ്കാരം. അപ്പൊ ഇന്ന് എന്ത് സ്പെഷ്യൽ പെർഫോമൻസ് ആണ് നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്? ഇവിടെ കുറച്ച് മലയാള സിനിമാ നടന്മാരുടെ ശബ്ദം അനുകരിക്കാൻ പോവുകയാണ്. ശബ്ദം അനുകരിക്കാൻ പോവുകയാണ്. ഓക്കെ ഓക്കെ, ശബ്ദാനുകരണം പ്ലീസ്. ആദ്യമായി ശ്രീ എം എസ് തൃപ്പൂണിത്തുറ. എം എസ് തൃപ്പൂണിത്തുറ. ഓക്കെ. എടോ ബാലരാമ, അവിടെ നിൽക്ക. ശംഭോ മഹാദേവ, പറഞ്ഞിട്ട് ഏതൊരു കാര്യവുമില്ല. രാവിലെ കോളേജിലേക്കെന്ന് പറഞ്ഞു പോയ കുട്ടിയാ.
ഒഴിയാബാധയുമായിട്ടാ തിരിച്ചു വന്നത്. പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് അയ്യോ അയ്യോ. വെരി ഗുഡ്. അടുത്തതായി മലയാള സിനിമയുടെ പഴയകാല നടൻ ശ്രീ സത്യൻ മാഷ്. ഓക്കെ. ശാരദേ, ഇങ്ങ് അടുത്ത് വരൂ, ഇങ്ങ് അടുത്ത് വരൂ. ഓ, എന്താ ഒരു നാണം. നാണം സ്ത്രീകൾക്കൊരാഭരണമാണ്. അമ്മേ, ഞാൻ നാളെ എറണാകുളത്തിന് പോവുകയാണ് മേശരിപ്പണി ചെയ്യാൻ, കൊത്തൻ്റെ കയ്യാളായിട്ട്. പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മളെ സരോയത്തിനൊരു പയ്യനെ കൂടെ കൊണ്ടുവരാം, ഒരു നല്ല മേശരി പയ്യൻ. വരട്ടെ? ഓക്കെ. അടുത്തതായി മലയാള സിനിമയുടെ കാരണവർ എന്ന് വിശേഷിപ്പിക്കുന്ന ശ്രീ ശങ്കരാടി. ഓക്കെ. പൊട്ട നിൽക്കാൻ ഒരിച്ചിരി തേങ്ങാപ്പിണ്ണാക്ക്, ഒരിച്ചിരി കടലപ്പിണ്ണാക്ക്, രണ്ടും കൂടിയിട്ടൊരു കലക്കം കൊടുക്കുക. പാല് ശർഷപറാന്ന് വരുവോളൂ. അത് മതിയടോ തനിക്ക് ജീവിക്കാൻ. അല്ല പിന്നെ കടകചോരന്മാരായ 16 പശുക്കൾ തൊഴുത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിലസുന്നത് കാണുമ്പോൾ കുളിയിട്ട് പോരും. അപ്പം ഞാനങ്ങ്. അടുത്തതായി മലയാള സിനിമയുടെ ആക്ഷൻ ഹീറോ ശ്രീ സുരേഷ് ഗോപി. അദ്ദേഹം പത്രം എന്ന സിനിമയുടെ ഒരു ഡയലോഗുമായാണ് എത്തുന്നത്. ഇതാ കണ്ടില്ലേ, മക്കളെ നെഞ്ചോടടക്കി പിടിച്ച് മന്ത്രി പുങ്കവന്മാരുടെ സഞ്ചാര പഥങ്ങളിലും ജില്ലാ കളക്ടറേമാനടക്കമുള്ള തുക്കിടി സായിപ്പന്മാരുടെ ബംഗ്ലാവ് പഠിക്കലും ചെന്ന് കൊടിനീരിന് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ പോലീസിൻ്റെ തെറിയും നെറുകേടും ലാത്തിയടിയും സഹിക്കേണ്ടി വരുന്ന നിരാലംബരായ അമ്മമാരുടെ കഷ്ടപ്പാടുകളിലേക്ക് തുറന്നു പിടിച്ച കണ്ണുകളാവണം വാർത്ത. അല്ല, നീ ഇങ്ങ് വന്നേ, ഒറ്റ കീറി വെച്ച് തന്നാണ്ടല്ലോ. അല്ല പിന്നെ. അടിപൊളി. അപ്പോൾ ശബ്ദാനുകരണം അതെ, ഇത്രയും അവസാനിപ്പിച്ചു. ഓക്കെ, ഇനി എന്താണ് സ്പെഷ്യലായിട്ട് ചെയ്യാൻ പോകുന്നത്? സ്പെഷ്യലായിട്ട് ഞാൻ മലയാള സിനിമാ നടന്മാരുടെ രൂപഭാവങ്ങൾ ഫിഗർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അതാണ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. അതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യം ആരെയാണ്? ആദ്യം ശ്രീ സുകുമാരൻ സാറിനെയാണ്. ഓക്കെ, അപ്പോൾ അനശ്വരനായ നടൻ സുകുമാരൻ, അദ്ദേഹത്തിന്റെ ഫിഗറുമായിട്ടാണ് താങ്കൾ ഇനി വരാൻ പോകുന്നത്. അതെ, അദ്ദേഹത്തിന്. ഓക്കെ. അസലായിരുന്നു, ഗംഭീരായിരുന്നല്ലേ ഫിഗറ, ഒരു രക്ഷയില്ലാത്ത. ഓ, ഡിറ്റോ. അടുത്തൊരു ഫിഗറുണ്ട്, ശങ്കറായിട്ടാണ് വരുന്നത്. ശങ്കർ. ഓക്കെ, ശങ്കറായിട്ട് പഴയകാല നടൻ ശങ്കർ. ഓക്കെ. നല്ല സുഖമുള്ളൊരു വേഷപ്പകർച്ചയായിരുന്നു അല്ലേ, അസലായിരുന്നു. താങ്ക് യു. അടുത്തതായി ത്യാഗരാജനെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. തമിഴ് ആക്ടർ. മലയാളത്തിലുണ്ട്, ന്യൂഡൽഹി, മനുവെങ്കിൽ, അങ്ങനെ ഒത്തിരി സിനിമകളിലുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ വേഷപ്പകർച്ച ഒന്ന് കാണാം. ஜி கிருஷ்ணமூர்த்தி, வணக்கம். ரொம்ப கேள்விப்பட்டிருக்கேன். विष्णु, नटराज विष्णु, मगर 1 लाख के लिए नहीं 5 लाख के लिए. प्रोसिक्यूशन को गलती हो गया. ത്യാഗരാജൻ, അടിപൊളി. അടുത്തതായി മലയാള സിനിമയിലെ ഒരു കാലഘട്ടത്തിന്റെ രോമാഞ്ചം ശ്രീ ജയൻ. ഓക്കെ. അദ്ദേഹത്തിന്റെ അങ്ങാടി എന്ന ചിത്രത്തിലെ ഇംഗ്ലീഷ് പറയുന്ന ഒരു സീനുണ്ട്. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. What did he say? Buggers. Maybe we are poor, coolies, trolley pullers, but we are not buggers. You enjoy this status in life because of our certain blood. Let it be the last time. If you dare to say that word once more, I will pull out your bloody tongue. അടിപൊളി. ഇങ്ങനെ കോരിപ്പരുത്തൻ്റെ ശരീരം, സത്യം. അത്രയ്ക്ക്
അതെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് പിന്നെയും പിന്നെയും കാണാൻ ഇന്ന് കണ്ടപ്പോഴും ഞാൻ ആദ്യം ചോദിച്ചതാണ് ജയനുണ്ടോ എന്ന് ചോദിച്ചത്. മാത്രമല്ല നമ്മൾ ഈ കോസ്റ്റ്യൂമിലല്ല യൂഷ്വലി കാണാറുള്ളത്. മറ്റേ ആ എന്താണ് ബെൽ ബോട്ടം പാന്റും അങ്ങനത്തെ ആ ഒരു ഇതിലാണ് നമ്മൾ ഫിഗർ ചെയ്ത് കാണുമ്പോൾ കൂടുതലും കാണാറുള്ളത്. ആ റെഡ് കളർ ഷർട്ടും സ്റ്റേജിലൊക്കെ ഭയങ്കര ക്ലബാണ്. എൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഓക്കെ കഴിഞ്ഞോ അതോ ഇനി? ഓക്കെ അപ്പൊ സ്റ്റോക്ക് ഉണ്ട് ഇനിയും. അത് ഇനി വിളിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുക. ആണോ? ഓക്കെ അപ്പൊ നമുക്ക് അടുത്തതിൽ ബാക്കി കാണാം. പക്ഷെ എന്തായാലും ഇന്നത്തെ പെർഫോമൻസ് എല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു. ആദ്യത്തെ സുകുമാരനെ കണ്ടപ്പോ തന്നെ ഞെട്ടി. ശരിക്കും അദ്ദേഹത്തിന് ഭയങ്കര അസലായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പെർഫോമൻസുകളായിരുന്നു. വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഇനിയും കാണാം. ഹലോ, എന്താ പരിപാടി? താൻ ആരാടോ ഇവിടെ എന്ത് കാണിക്കുന്നത്? എന്താ കുഴപ്പം? പിന്നെ ഇവിടെ കുട്ടിയെ വിളിച്ചിട്ട് നീ എന്താ കാണിക്കുന്നത് ഇവിടെ? എന്താ പ്രശ്നം? എന്താണ് ഇവിടെ നടക്കത്തില്ല ഇതൊന്നും. ശാന്തമായി സംസാരിക്കും. ഇത് കാണുമ്പോൾ എങ്ങോട്ടോ ശാന്തമായിട്ട് സംസാരിക്കുന്നത്? ആ കുട്ടിക്ക് വിഷയമില്ലല്ലോ. കുട്ടിക്ക് വിഷയമില്ലെന്നോ? അത് കുട്ടിയോട് ചോദിക്കണം. ആ കുട്ടിക്ക് പരാതിയില്ലല്ലോ. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? കുട്ടിക്ക് പരാതി ഇല്ലോ എന്ന് കുട്ടിയോട് ചോദിക്കണം. അത് കുട്ടിയോട് ചോദിക്കൂ. അശ്വതിക്ക് പരാതി ഒന്നുമില്ല ഇത് കാണിക്കും. തീർന്നല്ലോ. നിങ്ങളുടെ പ്രശ്നം തീർന്നല്ലോ. ഇതൊക്കെ ഇങ്ങനെ എത്രയൊക്കെ ഉള്ളടേ. ഞാൻ വിചാരിച്ചു കേട്ടാ ഇങ്ങനെയൊന്നും പോകുന്ന പാർട്ടി അല്ലെന്ന് കേട്ടാ. ആണോ? ശരി, ഒന്ന് നടക്കട്ടെ. പിന്നെ സമാധാനമായി. അല്ലല്ലേ പറയും. നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ആരാന്ന് മനസ്സിലാവുന്നില്ലെന്ന്. എന്നെ മനസ്സിലായില്ല. അതെനിക്ക് മനസ്സിലായില്ല കേട്ടാ. അതാ മനസ്സിലായില്ല. ഞാൻ കൽപ്പണി. അത് കൊള്ളാം. അതപ്പോ മൈക്കാട് സൂപ്പർ മൈക്കാടാണ്. എന്റെ പൊന്നു മനുഷ്യ, കല്ല് കൊത്തുന്ന. അപ്പൊ അത് കൊള്ളാം. കല്ലുകൊത്തി ഞാനൊരു കല്ലുകൊത്തി നടിയോടി അങ്ങനെ ആ പാട്ട് നന്നായിട്ട് കളിക്കും കേട്ടാ. ജംഗ്ഷനിലേക്ക് പോണം, രണ്ടുപേരുടെ കളിച്ചാൽ മതി. അശ്വതി പോയപ്പോഴേ തോന്നി. എടോ ഭ്രാന്തന്മാരെ, എന്തോ അല്ല ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? റിപ്പർ ചന്ദ്രൻ മനസ്സിലായോ? റിപ്പർ ചന്ദ്രനല്ല, പിന്നെ ഞാൻ രാജശില്പി. ശില്പിയാണോ? ശില്പിയാണ് ഞാൻ. അത് പറയണ്ടേ? അതെ, ഒരു സംശയം. കൊറേ നാളായിട്ട് ഏതെങ്കിലും ഒരു ശില്പിയെ കാണുമ്പോ ചോദിക്കണോന്ന് ഞാൻ വിചാരിച്ചതാ. ഇപ്പൊ തെറ്റിദ്ധാരണ എല്ലാം മാറി. വെറുതെ ആ പാവത്തിനെ കളിയാക്കി. ഹേ രാജശില്പി, പറയൂ. ഞാനൊരു കാര്യം ചോദിച്ചോളൂ. ഈ ശില്പാ ഷെട്ടിയായിട്ട് എന്തെങ്കിലും ബന്ധം? ആരുമായിട്ട്? ശില്പാ ഷെട്ടി. ഈ പേരുകാരിയോ ഈ പേരിൽ പരാമർശിക്കുന്ന ആ പ്രോപ്പർട്ടി ആയിട്ടോ എനിക്ക് യാതൊരു ബന്ധവുമില്ല. സത്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവന്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് ആദ്യം തന്നെ തോന്നി, ഇപ്പോഴും തോന്നുന്നു അങ്ങനെയാണ്. ഒരു കള്ള ലക്ഷണം ഉണ്ട്. അതുണ്ട്. സത്യമാണ് നിങ്ങൾ പറയുന്നത്. അതെ സത്യം. സത്യോടോ? എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. കള്ള ലക്ഷണം എന്ന് പറയുമ്പോൾ അത് അപമാനമല്ലേ വേണ്ടത് നമുക്ക്? എന്തിനു അപമാനിക്കണം? കള്ള ലക്ഷണം എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഒരു കള്ളന്റെ രൂപസാദൃശ്യം, കള്ളന്റെ ലക്ഷണങ്ങൾ. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അതെങ്ങനെയാണോ സന്തോഷിക്കുന്നത്? സന്തോഷിക്കണം. ഈ കള്ളന്മാരെന്ന് പറയുന്നത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗമാണ്. നല്ലതിന് പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടോ? അത് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങോട്ട് മനസ്സിലാക്കി തരാം. ഇപ്പൊ ഒരു ബിസിനസ്സുകാരൻ, അല്ലെങ്കിൽ ഒരു വക്കീല്, ഒരു ഡോക്ടർ, ഇവരൊക്കെ എന്താണ് ചിന്തിക്കുന്നത്? ഡോക്ടർ എന്താണ് ചിന്തിക്കുന്നത്? നമുക്ക് രോഗം വരണമേ എന്നല്ലേ ചിന്തിക്കാറുള്ളൂ. ഒരുപാട് രോഗികൾ വരണമേ അങ്ങനല്ലേ ചിന്തിക്കുക. ഒരു ബിസിനസ്സുകാരൻ, ഉദാഹരണത്തിന് ഒരു ശവപ്പെട്ടി കച്ചവടക്കാരൻ, അവന്റെ ചിന്തയിൽ എന്താണ് ഇപ്പോഴും? എല്ലാണോ ചത്തിങ്ങോട് വരണേ. ആണോ? സത്യമാണോ ഞാൻ പറയുന്നത്? ഒരു വക്കീല് എന്താണ് ആഗ്രഹിക്കുന്നത്? അടിപിടി കേസ് ഉണ്ടായി അങ്ങേർക്ക് വരുമാനം ഉണ്ടാകണം. അതേസമയം ഒരു കള്ളന്റെ ചിന്ത എപ്പോഴും എന്താണ്? എല്ലാ ആൾക്കാരും സുഖനിദ്രയിലാകണമേ, ഇവന്മാർ എപ്പോഴും ഉറങ്ങണമേ. അത് ആരോഗ്യത്തിന് സംരക്ഷണം നൽകുന്ന കാര്യമല്ലേ? ഉറക്കം കിട്ടുന്നത് ആരോഗ്യത്തിന് ഗുണകരമല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കള്ള ലക്ഷണം ഉണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ചേട്ടാ മരത്തിൽ കൊത്തുവോ? മരത്തിൽ കൊത്തുവോ? മരത്തിൽ കൊത്താൻ ഞാൻ മരം കൊത്തിയാണ്. അതല്ല ചേട്ടാ, ഈ മയിലൊക്കെ കൊത്തുവോ? മയിലിന്റെ അണ്ണാക്കി കൊണ്ട് കൈയിട്ടാൽ അത് കൊത്തും. പീലി വിരിച്ചു നിന്ന് തെറിയും വിളിക്കും. എന്റെ ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ചേട്ടന്റെ വീട് എവിടെ? എന്റെ വീട് കല്ലായി. ചേട്ടന്റെ ഭാര്യയുടെ പേരെന്താ? കല്യാണി. ഭാര്യയുടെ വീട് എവിടെയാ? കല്ലമ്പലം.
ഓക്കെ, ചേട്ടന് ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? കല്ലുകൊണ്ടൊരു പെണ്ണ്. രാവിലെ എന്താ കഴിച്ചേ? രാവിലെ റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവന്ന കഞ്ഞി കുടി. കളഞ്ഞില്ലേ? ഇതുവരെ എല്ലാത്തിനും കല്ലാറ്, കല്യാണി, ഉണ്ടായിരുന്നു. പ്രാസം ഉണ്ടായിരുന്നു. ഇതിപ്പോ കഞ്ഞിയിൽ എവിടെയാ ചേട്ടാ കല്ല്? അതുകൊണ്ട് കളഞ്ഞില്ലേ? എല്ലാത്തിലും കല്ലുണ്ടായിരുന്നു. കല്ലുണ്ടായിരുന്നു, പ്രാസം അല്ല, ഉണ്ടായിരുന്നു. ഈ റേഷൻ അരിയുടെ കഞ്ഞി കുടിച്ചിട്ടുണ്ടോ? കുടിക്കണം, അണപ്പല്ല് പോലും കാണത്തില്ല. കൂടുതൽ അരി കുറവാ. കല്ലില്ലേ? ഉണ്ട് 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 ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. സോറി. അപ്പൊ നമുക്ക് തുടങ്ങാം ചേട്ടാ. തുടങ്ങാം. എന്റെ ശില്പം കൊത്തുവല്ലേ? ഈ ശകുന്തള ദർഭമുനയല്ലല്ലോ, ദർഭമുന കാലേ കുണ്ട പോലെ നിൽക്കും. ശകുന്തള ഇങ്ങനെയാണോ ചേട്ടാ നിൽക്കുന്നത്? ഈ പെണ്ണിന് അങ്ങനെ തോന്നുന്നു ഇതൊക്കെ ചെയ്യാൻ. അതെന്താ ചേട്ടാ? ഒന്നുമില്ല, അങ്ങനെ നിൽക്കും. അല്ലേ, ഇത് ശരിയല്ല. ഹലോ 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 ഹലോ, വേണ്ട, ഇത് ശരിയല്ല. ഇത് ശരിയല്ല. നീ ഇത് പിന്നെ ശില്പിയാണെന്ന് ഇപ്പൊ സംശയമുണ്ട്. നീ പിന്നെ ആ രീതിയിലുള്ള നിന്റെ ഭാവങ്ങളൊക്കെ വേറെ മാറും. ഇയാള് പെണ്ണുങ്ങളെ മാത്രമേ കൊത്തുവോളോ? അതാ പറഞ്ഞത്. കൊത്തുവോളോ? പെണ്ണുങ്ങളെ അസൂയ. മാത്രമേ കൊത്തുവോളോ? രീതികളൊക്കെ ഇങ്ങനെ പറയല്ലോ. കൊത്തുന്ന രീതിയിലുള്ള ഒരു സംഭവം അല്ല നീ ചെയ്തു വരുന്നത്. അതുകൊണ്ട് ഇവിടെ പറ്റില്ല. സുഹൃത്തെ, ഒരു ശില്പി എപ്പോഴും പ്രേമാതുരനായിരിക്കും. അയാൾ അങ്ങനെ കൂടുതൽ പ്രേമിക്കും. പെണ്ണുങ്ങളെ മാത്രമേ കൊത്തുകയുള്ളൂ. പെണ്ണുങ്ങളെ ശില്പങ്ങൾ നിങ്ങളുടെ പ്രശ്നം എന്താണ്? സ്ത്രീകളെ മാത്രം. നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഇപ്പൊ ഞങ്ങൾ പുരുഷന്മാരെ കൊത്തിയ ശരി. പുരുഷന്മാരുടെ രൂപം കൊത്തുന്നില്ല. അത് നിങ്ങളെ കണ്ടിട്ട് പുരുഷന്മാരായിട്ട് തോന്നണ്ടേ? ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ രൂപം കൊത്താം. ഇറങ്ങി വരും രണ്ടുപേരും. നമ്മളെ കണ്ട പുരുഷന്മാരുടെ ലക്ഷണമാണ്. പുള്ളിയെ കണ്ടാലാ തോന്നാത്തത്. മുടിയും വെളുത്തി. നിങ്ങളുടെ പ്രശ്നം അങ്ങ് മാറ്റിത്തരാം. വരൂ വരൂ വരൂ. റെഡിയാണല്ലോ? അപ്പൊ നിങ്ങളുടെ രൂപം ഞാൻ കൊത്താം. അപ്പൊ ഞാൻ തരുന്ന ആ പോസിൽ നിൽക്കണം. അത് വേണം, അത് വേണം. ശില്പിയുടെ സൈഡായല്ലോ. ഇങ്ങനെ നിൽക്കൂ. ഇതാണോ വലിയ പോസ്? നിൽക്കൂ, ഇങ്ങനെ നിൽക്കൂ. പോരാ പോരാ, കുറച്ചുകൂടെ താഴട്ടെ, കുറച്ചുകൂടെ താഴട്ടെ. നെൽസൺ ചേട്ടാ അരമണ്ഡലത്തിൽ നിൽക്കൂ, അരമണ്ഡലത്തില്. അങ്ങനെ നിൽക്ക്, അങ്ങനെ നിൽക്കൂ, അങ്ങനെ നിൽക്ക് കേട്ടോ. ഹലോ, ന്യൂ പാലസ്തീൻ മാർബിൾസിന്റെ മുതലാളിയല്ലേ? രണ്ട് ശില്പം വേണമെന്ന് പറഞ്ഞായിരുന്നല്ലോ കടയുടെ ഫ്രണ്ടിൽ വെക്കാനായിട്ട്. ഇത് ജീവൻ തുളുമ്പുന്നതാണ്. ഇച്ചിരി റേറ്റ് കൂടും. 150 രൂപയും കടുങ്കാപ്പിയും കൊടുത്താൽ മതി. വിഷയമൊന്നുമില്ല. അവന്മാർ രാവിലെ തൊട്ട് അവിടെ പൊരി വെയിലത്ത് വന്ന് നിന്നോളും. ഓക്കെ അളിയ, 150 രൂപയ്ക്ക്. എന്റെ പൊന്നെ, നീ യഥാർത്ഥ സ്വഭാവം കണ്ടേ. നമ്മള് അവര് വരും 150 രൂപയ്ക്ക് കടയുടെ ഫ്രണ്ടിൽ പോത്ത് പോലെ വന്ന് നിന്നോളും. ഓക്കെ, അപ്പൊ ഓക്കെ വരൂ. എന്തിനാണ്? എന്തിനാണ്? കോമഡി മസാലയുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. കൂടുതൽ ചിരിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത എപ്പിസോഡിൽ.